ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ചത്ത പച്ചയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും 2026 കണ്ട ആദ്യത്തെ പടം കിടുക്കിയിട്ടുണ്ട്. ഒരു പടം എന്ന് വെച്ചാൽ ഏത് മൂഡ്, റെസ്ലിംഗ് മൂഡ്, അതാണ് സാധനം. കിടിലം പടം കേട്ടാ. നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ച് കിടന്ന് ചിരിക്കാനും വിളിക്കാനൊക്കെ ഉള്ള കുറെ പരിപാടികൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഓഡിയൻസും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ WWE ഫാൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. പോട്ടെ WWE ഫാൻസ് എന്നാണോന്നില്ല, ഈ ആക്ഷൻ പടങ്ങൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും അടിപൊളി ഒരു ഫൺ മൂവി ആയിരിക്കും ഇത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അദ്വൈത് നായരാണ്. കാസ്റ്റ് എന്ന് പറയുമ്പം അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായരുണ്ട്. പിന്നെ ഇഷാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. അതായത് നമ്മുടെ മാർക്കോയിലൊക്കെ ഇല്ലേ, മറ്റേ കണ്ടുകൂടാത്തായിട്ട് അഭിനയിക്കുന്ന ആ ചേട്ടൻ ഉണ്ടായിട്ടാ, ആ ചേട്ടൻ ഉണ്ട്. എല്ലാരും ഗംഭീരമായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സിനിമയുടെ ഫുള്ള് കാസ്റ്റ് ആൻഡ് ക്രൂ പക്കയാണ്. എന്നുവെച്ചാ അർജുൻ അശോകനായാലും, അർജുൻ അശോകന്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കിടിലം ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ വൈശാഖ് നായർ, പുള്ളിക്കാരൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതേപോലത്തെ റോള് പുള്ളിക്കാരനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ആ ആറ്റിറ്റ്യൂഡ് ആയാലും സ്വാഗ് ആയാലും അടിപൊളിയാണ്. പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഇഷാൻ ഷൗക്കത്ത്, ആ പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. നല്ല കിടില ക്യാരക്ടർ തന്നെയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന കഥയാണ്. ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒരു റെസ്ലിംഗ് പരിപാടിയാണ്. പിന്നെ അതിൽ റെസ്ലിംഗിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നൈസ് ആയിരുന്നു കേട്ടോ. ആ ക്യാരക്ടർ പ്രസന്റേഷൻ, ആ ഇൻട്രോ പരിപാടികളും പേരുകളാണെങ്കിലും എല്ലാം നല്ല ഫണ്ണാണ് കേട്ടോ. ഇതിനകത്ത് ആ റെസ്ലിംഗ് ആ ഒരു പോർഷനൊക്കെ വരുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാനും ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കിട്ടില്ല ഒരു റെസ്ലിംഗ് മൂഡ് പടം, ഞാൻ പറഞ്ഞില്ലേ, അതാണ് സാധനം. പിന്നീട് ഇതിലെ കോസ്റ്റ്യൂം ആയാലും ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രഫി, VFX എന്നിരിക്കട്ടെ, എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ ആർട്ട് വർക്കൊക്കെ എന്ന് പറയുമ്പോ ആ റെസ്ലിംഗ് ഇതില്ലേ, സംഭവത്തിന് എന്തെന്ന് പറഞ്ഞ ഈ റെസ്ലിംഗ് ചെയ്യുന്ന സംഭവം ഇല്ലേ, സ്ഥലം, അതെല്ലാം പക്കയായിട്ട് തന്നെ ഇവര് അത് ആർട്ട് വർക്കുകാര് നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമിയോ ആരാണെന്ന് അറിയാല്ല. നമ്മുടെ പറഞ്ഞ അത് ചിലപ്പം സ്പോയിലർ ആയിപ്പോ, കാണാത്തവർ കാണണ്ട, അല്ല കാണാത്തവർ ഈ പറയുന്ന പോർഷൻ ചെറുതായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തോ. നമ്മുടെ മമ്മൂക്കയാണ് ക്യാമിയോ ചെയ്തിട്ടുള്ള വാൾട്ടർ. മിക്കവർക്കും അറിയായിരിക്കും, കാണാത്തവർക്ക് അറിയായിരിക്കും. ഇഷ്ടംപോലെ പോസ്റ്ററും സംഭവങ്ങളൊക്കെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ വരുന്നുണ്ട് ആ കോസ്റ്റ്യൂമില്. അത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് ചിലർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മമ്മൂക്കയ്ക്ക് ഒരു എനർജി ഫീൽ ചെയ്യാത്തത് പോലെ. സംഭവം എന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം എടുക്കുന്ന ഫസ്റ്റ് മൂവി ഞാൻ കണ്ടോണം. അപ്പൊ അതിന്റെയൊക്കെ ഇഷ്യൂ ആയിട്ടായിരിക്കാം മേ ബി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ക്യാരക്ടർ കൊള്ളായിരുന്നു. കോസ്റ്റ്യൂം ഓക്കെ കുഴപ്പമില്ല. ആ ക്ലൈമാക്സിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൊരു ഇത്തിരി മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അത്ര എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ഉള്ളു. പക്ഷെ നല്ല ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇതിനകത്ത് കുറെ ഇൻട്രോ പോലത്തെ സംഭവങ്ങൾ തുടക്കത്തിലും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കോമിക് രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റോറി പോലെ, അതൊക്കെ നൈസായിരുന്നു. പിന്നീട് ഇതിലൊരു കൊച്ചും കൂടെ, ഒരു പെൺകൊച്ചും കൂടെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ആ കൊച്ചും കൊള്ളാം. നല്ല വൈബ് പടമാണ്. നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി കാണാനാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ് ചത്ത പച്ച. ഞാൻ പറഞ്ഞ പോലെ പക്ക ഒരു തിയേറ്ററിക്കൽ ആംബിയൻസ് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. നമുക്ക് എന്നാലും ആ ഒരു ഫൈറ്റിന്റെ പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ ക്ലൈമാക്സ് അവസാനമൊക്കെ വരുമ്പോ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടാ. അതൊക്കെ എടുത്തേക്കെന്ന് വെച്ചാൽ കിട്ടില്ല സിനിമാറ്റോഗ്രഫി കേട്ടോ. ആ മറ്റേ റോബോട്ടിക് ഹാൻഡ്, മറ്റേ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന മൂവ്മെന്റ് സംഭവങ്ങള്, ഫൈറ്റ് സീക്വൻസസ്, ഇതില് ഫൈറ്റ് മാസ്റ്റേഴ്സിന് വലിയൊരു ഷൗട്ട് ഔട്ട്. കാരണം അടിപൊളി ഫൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് WWE തന്നെ കുറെ മൂവ്സ്, മറ്റേ ചോക്ക് സ്ലാം പരിപാടി, അതേപോലത്തെ കുറെ സംഭവങ്ങളുണ്ട്. WWE തന്നെ കുറെ റെഫറൻസുകളുണ്ട്. എന്തായാലും നല്ലൊരു കിഡിലൻ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അതും നല്ല രീതിക്ക് തന്നെ
സിനിമയായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വിഷ്വലും അതുപോലെ മേക്കിംഗ് ക്വാളിറ്റി എല്ലാം അടിപൊളിയായിട്ടുള്ള നല്ലൊരു മലയാളത്തിലെ റെസ്ലിംഗ് സിനിമയാണ്. പിന്നെ ഇത് പാൻ ഇന്ത്യൻ പടമാണ്. തുടക്കത്തിൽ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, മറ്റേ ധർമ്മ പ്രൊഡക്ഷൻ, TCS, മൈത്രി, അങ്ങനെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തുടക്കം കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രോപ്പർ ആയിട്ട് തന്നെ ഈ പടത്തിൽ ബഡ്ജറ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫുൾ മാഡ്നെസ് ആണ് പടം, അടിപൊളിയാണ്. അത് മാത്രമല്ല, റെസ്ലിംഗ് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ഈ കഥയൊക്കെ ഉണ്ട്. ഓവറോൾ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എല്ലാവരെയും പെർഫോമൻസ് ആയാലും, അർജുൻ അശോകന്റെ ആയാലും, വൈശാഖ് നായറിന്റെ ആയാലും, പിന്നെ ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയേണ്ട എല്ലാവരുടെയും, റോഷൻ മാത്യു, എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഫുൾ കാസ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ അങ്ങനെ കുറവുകൾ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓവറോൾ നല്ലൊരു എന്റർടൈനിങ് പടമാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.